കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും വിനോദയാത്രകളുടെയും ഒക്കെ ഒരു കാലമാണ് ഇപ്പോൾ ഈ ഒരു അവധിക്കാലം അല്ലേ? ഏപ്രിൽ തുടങ്ങി വിഷു, ഈസ്റ്റർ, ഉത്സവങ്ങൾ, പെരുന്നാൾ, അങ്ങനെ തിരക്കോട് തിരക്കാണല്ലേ. നമ്മളെല്ലാവരും സൗന്ദര്യമുള്ളവരാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൗന്ദര്യമുള്ളവർ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സൗന്ദര്യം. എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഒരു ലൈറ്റായിട്ടുള്ള മേക്കപ്പ് എങ്കിലും ചെയ്യേണ്ടി വരും, പലപ്പോഴും പല ആഘോഷവേളകളിലും. അത് ഒക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മേക്കപ്പ് ടിപ്സിനെ കുറിച്ചിട്ടാണ് ലളിതമായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ മുഖത്ത് പ്ലസ് പോയിന്റ്സുമുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചില പാർട്സുമുണ്ട്. നമ്മുടെ മുഖത്തെ പ്ലസ് പോയിന്റ്സിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നതാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം. നെഗറ്റീവ് പോയിന്റ്സിൻ്റെ അപാകത അപ്പോൾ അധികം പ്രകടമാകാതെ ഇരിക്കും. അതായത് ചിലരുടെ കണ്ണുകൾ നല്ല ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ കണ്ണുകൾക്ക് ഭംഗിയുള്ളതാണെങ്കിൽ അവിടെ നന്നായി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ ചിലർക്ക് മൂക്ക്, ചിലർക്ക് ചുണ്ടുകൾ, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ ആ മുഖത്ത് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു അടിസ്ഥാനമായ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ സ്കിൻ സ്വാഭാവികമായി തന്നെ മിനുസമായിട്ടും ഗ്ലോ ആയും ഇരിക്കുകയാണെങ്കിൽ ചെറിയൊരു ടച്ചപ്പ് പോലും വളരെ നന്നായിട്ട് കാണപ്പെടും. പക്ഷേ ചില സ്കിൻ എത്ര കുഴപ്പം പിടിച്ച സ്കിൻ ആണെങ്കിലും അതിൽ ചിലപ്പോൾ അത്ര ഭംഗിയായിട്ട് കാണുകയില്ല. അത് മാത്രമല്ല കുറച്ച് കൂടുതൽ മേക്കപ്പ് ഉള്ളതുപോലെ തോന്നിക്കുകയും ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് എത്ര പ്രശ്നമുള്ള സ്കിന്നിലും മേക്കപ്പ് ഉപയോഗിച്ച് ഭംഗിയുള്ളതാക്കുന്നത്. അത് നന്നായി ആ മേക്കപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും നല്ല ഒരു സ്കിൻ കെയർ റുട്ടീൻ പിന്തുടരുന്നത് സ്വാഭാവികമായും തിളങ്ങുന്നതും ആരോഗ്യകരമായ ഒരു സ്കിൻ നമുക്ക് നേടിത്തരും. നമ്മുടെ സ്കിന്നിലെ അഴുക്ക്, എണ്ണ എന്നിവ കുറയ്ക്കാനും ക്ലീനാക്കാനും എപ്പോഴും മൃദുവായതും അവരവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുമുള്ളതുമായ ഒരു ക്ലെൻസർ ഉപയോഗിച്ച് നമ്മൾ മുഖം വൃത്തിയാക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. അതിനടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ശേഷമുള്ള ഈ ഒരു സ്കിന്നിൻ്റെ pH ലെവൽ നമ്മൾ ഈക്വൽ ആക്കാനായിട്ട് ഒരു pH ബാലൻസിങ് ടോണർ ഉപയോഗിക്കുക എന്നുള്ളത്. ഇതിനുശേഷം നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതിൽ നിന്ന് തടയാനും ദിവസം മുഴുവൻ അത് മികച്ചതായി കാണപ്പെടുന്നതിനുമായിട്ട് ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇതാണ് CTM റൂട്ടീൻ. മേക്കപ്പ് ചെയ്യുന്നതിലെ ഒരു ബേസായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിലെ എന്നും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യവുമാണ് ഈ CTM റൂട്ടീൻ. ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ CTM റൂട്ടീൻ എന്ന് വെച്ചാൽ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. ഇത് ദിവസവും ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീനാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇതിനുശേഷം നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ മേക്കപ്പ് പ്രോഡക്ട്സ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഉപയോഗിക്കാം. ആദ്യമായി വേണ്ടത് ഒരു പ്രൈമറാണ്. ചിലർ ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ പൊതുവെയുള്ളൊരു രീതിയാണ് മേക്കപ്പ് ചെയ്യേണ്ട ആ ഒരു ബേസ്, ആ ഒരു രീതിയാണ് പറയുന്നത്. എപ്പോഴും നമ്മളുടെ ആ മേക്കപ്പ് ഫ്രഷായി കാണാനും പിന്നെ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഈ പ്രൈമർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാതെ ഇരിക്കുക. ഓയിലി സ്കിൻ ആണെങ്കിൽ മാറ്റ് ഫിനിഷ് പ്രൈമറാണ് എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അടുത്തതായി ഈ പ്രൈമർ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അടുത്തതായി വേണ്ടത് ഫൗണ്ടേഷനാണ്. നമ്മുടെ സ്കിൻ എപ്പോഴും സുന്ദരമാക്കാനും പിന്നീട് എല്ലായിടത്തും നിറം ഈക്വൽ ആക്കാനുമാണ് നമ്മൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഈ ഫൗണ്ടേഷൻ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ സ്കിൻ ടോണുമായി ഏറ്റവും അനുയോജ്യമായ ഷെയ്ഡ് തന്നെ തിരഞ്ഞെടുക്കണം. കാരണം തെറ്റായ ഷെയ്ഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇങ്ങനെ മുഖത്ത് എടുത്തു കാണിക്കും. സ്കിന്നിലെ എല്ലായിടത്തും നിറം ഈക്വൽ ആക്കാനും ആയിട്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മുടെ യഥാർത്ഥ സ്കിൻ ടോണുമായി ഏറ്റവും അനുയോജ്യമായ ഷെയ്ഡ് തന്നെ തിരഞ്ഞെടുക്കണം. കാരണം തെറ്റായ ഷെയ്ഡാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത് മുഖത്ത് എടുത്തു കാണിക്കാറുണ്ട്. പിന്നീട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായി എപ്പോഴും ഒരു മേക്കപ്പ് സ്പോഞ്ച് തന്നെ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച ഇതിൻ്റെ തുടർച്ചയായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.